3 മലബാർ വിഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന 3 പലഹാരങ്ങളാണ് കേട്ടോ. ഇതിൽ ആദ്യത്തെ ഐറ്റം റവയും മുട്ടയും വെച്ച് തയ്യാറാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. മലബാറുകാർ ഇതിനെ തരിമുട്ട എന്നാണ് വിളിക്കുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പോൾ അതിനായിട്ട് 2 മുട്ടയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടിയും 5 സ്പൂണോളം പഞ്ചസാരയും ഒരു 1/4 സ്പൂണിൻ്റെ പകുതി ഉപ്പും ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിൽ പഞ്ചസാരയൊക്കെ അങ്ങ് അലുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് റവ ചേർക്കാം. 1 കപ്പാണ് കേട്ടോ റവ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പല തവണയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 മുട്ടയ്ക്ക് 1 കപ്പ് റവ കറക്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് കൈ കൊണ്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പരുവത്തിന് വേണം നമുക്ക് കിട്ടാൻ. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് വെച്ചാൽ തന്നെ ഒന്നുകൂടെ ഒന്ന് മുറുകും കേട്ടോ. ഇതുപോലെ ആയി കിട്ടിയാൽ പിന്നെ നമുക്ക് കൈ കൊണ്ട് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വറുത്തെടുക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ ചേർത്താണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു കാടമുട്ട സൈസിൽ നമുക്കിതാക്കിയ ശേഷം നമുക്കിതാ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. തീ കുറച്ച് വെച്ച് വറുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ഉള്ളു വെന്ത് കിട്ടില്ല. എല്ലാ സൈഡും നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. ഉണ്ടാക്കിയെടുക്കാനും നല്ല ഈസി അല്ലേ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂട്ടോ. അടുത്തത് ആദ്യത്തേതിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമായിരിക്കും കേട്ടോ. മുട്ട മുറിച്ചതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ പാനിലൊരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് കശുവണ്ടി പരിപ്പ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കശുവണ്ടി പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഉണക്കമുന്തിരി ചേർക്കാം കേട്ടോ. ഉണക്കമുന്തിരി ഒന്ന് വറവായി കഴിഞ്ഞാൽ നമുക്കിത് രണ്ടും കൂടെ അങ്ങ് കോരി മാറ്റാം. ഇനി നമുക്കൊരു 5 മുട്ട വേണം. അതിലേക്ക് 2 നുള്ളു ഉപ്പ്, 1/4 സ്പൂൺ ഏലക്കാപ്പൊടി, ഇതിലേക്ക് മധുരത്തിനായിട്ടൊരു 4 സ്പൂണോളം പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ആദ്യം കശുവണ്ടി പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത ആ പാത്രത്തിലുള്ള ബാക്കിയുള്ള നെയ്യിലേക്ക് ഒഴിച്ചാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ച ശേഷം നമ്മൾ വറുത്ത് മാറ്റിയിരിക്കുന്ന ആ കശുവണ്ടി പരിപ്പ് മുന്തിരിയില്ലേ അതുകൂടെ ചേർത്ത് വീണ്ടും ഒരു 2 മിനിറ്റ് നേരം കൂടെ അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണേ. ലോ ഫ്ലെയിമിൽ വെച്ചില്ലെങ്കിൽ അടി പെട്ടെന്ന് അങ്ങ് കളറ് മാറും. എൻ്റേത് പതുക്കെ ഒന്നങ്ങ് കളറ് മാറിയിരുന്നു കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. അടുത്തത് ഏത്തപ്പഴവും മുട്ടയും വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നോമ്പ് സമയത്തൊക്കെ ഇതവിടെ ഭയങ്കര പോപ്പുലറാണ്. അതിനായിട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ആ നെയ്യിൽ ഒരു ഏത്തപ്പഴം ഈ ഒരു വലുപ്പത്തിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഈ ഒരു പരുവത്തിലാവുന്നത് വരെ വറുത്തെടുക്കണേ. ഇനി നമുക്കൊരു 3 മുട്ട വേണം. ഇതിലേക്കൊരു 2 നുള്ളു ഉപ്പും ഒരു 3 സ്പൂൺ പഞ്ചസാരയും ഒരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്ത് വെച്ചിരിക്കുന്നതാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ മുട്ടയൊക്കെ പൊരിച്ചെടുക്കില്ലേ അതുപോലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം പൊരിച്ചെടുക്കാം. തീ നന്നായിട്ട് കുറച്ചിട്ട ശേഷം വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട്. അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന ശേഷം നമുക്ക് വേറൊരു പാനിലേക്ക് ഇതുപോലെ കമത്തി കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ മറിച്ചിടുമ്പോൾ അത് പൊട്ടിപ്പോവും. ഒരു 2 മിനിറ്റ് കൂടെ വെച്ചാൽ നമുക്ക് ആ സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം ഇത് കഴിക്കാത്തവർ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ.